ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ ഞാൻ ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വീട്ടുപണിക്ക് നിന്ന ആ പണി മാത്രം ഇവിടെ നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും ഒരു തീ കിടപ്പുണ്ട്. ആ നരേന്ദ്രനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അയാളുടെ മുന്നിൽ ചെന്നില്ലെങ്കിലും അയാൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ. തമ്മിൽ കാണുന്ന ദിവസം എല്ലാം പൊളിയും. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാലും അയാൾ പറയുന്ന കള്ളത്തിനെ വിലയുണ്ടാവൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായാ അപ്പൊ നമുക്ക് പോണം. ഈ മാസത്തെ ശമ്പളം കൂടെ കിട്ടി പിന്നെ ഈ ഒരു വളയം കൂടെ വിറ്റാ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. എന്തെങ്കിലും പണിയെടുത്ത് വാടകയും കൊടുക്കാം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടമ്മേ. അതൊക്കെ നടത്തണം നമുക്ക്. ധൈര്യമായിട്ടിരിക്കുക. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രലേക്ക്. എന്താ ശരിയല്ലേ? ശരിയാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഈ മുഖത്തെ അതുണ്ട്. നിനക്കെന്താ രമേ, നീ എന്തിനാ അവളെ ഇല്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നത്? അതിനാര് വഴക്കുണ്ടാക്കുന്നു? അസുഖം വന്നാ ഹോസ്പിറ്റലിൽ പോവാത്ത എന്റെ ഭർത്താവിനെയും ചുക്ക് കാപ്പിയിലൂടെ അസുഖം മാറ്റിയെടുക്കാൻ കഴിവുള്ള എന്റെ ജോലിക്കാരിയും ഇവിടെ ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അതെ, നല്ല ചൂടുള്ള ചുക്കുകാപ്പി തന്നെയായിരിക്കും. അതിൽ ജോലിക്കാരിയുടെ കുറച്ച് സ്നേഹം, അത് മതി ഇദ്ദേഹത്തിന്റെ പനി മാറാൻ. വല്ലാത്തൊരു കഴിവ് തന്നെ. കഴിവിനേക്കാൾ കൂടുതല് തൊലിക്കട്ടിന്ന് തന്നെ വേണം പറയാൻ. നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ലല്ലോ. പറ്റിയാലും ചെയ്യുകയില്ല. പിന്നെ നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? അതിന് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ ഞാൻ ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വീട്ടുപണിക്ക് നിന്ന ആ പണി മാത്രം ഇവിടെ നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ചന്ദ്രലേഖയെ വഴക്ക് പറയുമെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനത് ചെയ്തോളാന്ന്. അതെങ്ങനെയാ? അതിനവരുടെ മനസ്സൊന്ന് അനുവദിക്കണ്ടേ? മരുന്ന് കൊടുക്കാൻ ഡോക്ടർ തന്നെ വേണ്ടേ? നീ പറഞ്ഞു പറഞ്ഞ് കാട് കേറണ്ട. അവളെ കുറ്റപ്പെടുത്തുകയും വേണ്ട. അമ്മ പലപ്പോഴും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകൻ താലി കെട്ടിയത് എന്റെ കഴുത്തിലാണ്.
അങ്ങനെ നാട്ടുകാരെയൊക്കെ സാക്ഷി നിർത്തി എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്റെ കയ്യിലേക്ക് അമ്മ നിലവിളക്കും എടുത്ത് തന്നിട്ട് വലതുകാലം എടുത്ത് വെച്ച് ഈ കുടുംബത്തിലേക്ക് കയറി വന്നതേ ഈ രമാദേവി തന്നെ. ഇതേ ചന്ദ്രലേഖ, ഈ വീട്ടിലെ ഒരു ജോലിക്കാരി. അടുക്കളയില് ആഹാരം ഉണ്ടാക്കാനും പാത്രങ്ങളൊക്കെ കഴുകാനും ഇവിടുത്തെ തറ തുടയ്ക്കാനും വസ്ത്രങ്ങളൊക്കെ അലക്കി ഇസ്തിരിയിടാനും നിർത്തിയിരിക്കുന്ന വെറും ഒരു ശമ്പളക്കാരി. നിങ്ങളുടെയൊക്കെ വർത്താനവും പെരുമാറ്റവും കണ്ടാൽ തോന്നും ഞാൻ വഴി മാറി ഇവിടേക്ക് വന്നതാണെന്നും ഇവരെ നിങ്ങളുടെ മകൻ താലി കെട്ടിക്കൊണ്ടുവന്നതാണെന്നും. ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാനിത് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ മുഴുവനായിട്ടും എന്നെ നിങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. നിങ്ങൾക്ക് ഞാനൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നുമുണ്ട്. ആ ശമ്പളത്തിനുള്ള ജോലി നിങ്ങൾ എടുത്താൽ മതി. ഇതുപോലെ അഡീഷണൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് തന്നെ നഷ്ടം ഉണ്ടാക്കണ്ട. ദാ, നീ എന്താ ഇതേ വേഷത്തിലിരിക്കുന്നത്? കുളിയും നനയൊന്നും ഇല്ലേ മോളെ? എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഉറപ്പിക്കാം, ഇത് അർജുൻ സാറിനെ കുറിച്ച് തന്നെ. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇത്രമാത്രം ആലോചിക്കാൻ? ഞാൻ ഇങ്ങനെ നിന്നെ കൊണ്ട് എന്നെ മാഡം എന്ന് വിളിപ്പിക്കാന്ന് ആലോചിക്കായിരുന്നു. മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് രമാനിലയത്തിൽ കയറി പറ്റണം. അതിനിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? നിന്നെ അർജുൻ സാറിനെ ഇഷ്ടമാണ്, രമാദേവി മാഡത്തിനും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇത്ര ആലോചിക്കാനൊന്നുമില്ല.